പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമ്മളിന്ന് ധ്യാനിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോവുക. ജോലിയുടെ തിരക്കിൽ പ്രാർത്ഥന വിട്ടുപോകുന്നു, ഇപ്പോൾ കൃപ നമുക്ക് നഷ്ടപ്പെടുന്നു. ഇപ്പോൾ കൃപയില്ലാത്ത ഒരു ശുശ്രൂഷയാകുമ്പോൾ കുടുംബത്തിൽ അസ്വസ്ഥയാവുന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, കുടുംബജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ സന്യാസ ജീവിതം നയിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് തമ്പുരാൻ പങ്കുവയ്ക്കുന്ന കാര്യം, ശക്തമായൊരു സുവിശേഷ പ്രഘോഷകൻ എങ്ങനെയാണ് തമ്പുരാൻ്റെ ചേർന്ന് നിന്ന് ശുശ്രൂഷ എന്നാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ 29 വാക്യങ്ങളിൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ശക്തമായ നേർക്കാഴ്ച കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് രോഗബാധിതമായി ഭവനത്തിൽ കിടക്കുന്നു, ഭവനത്തിലായിരിക്കുന്നു. ശിശു സമൂഹം, ശിഷ്യന്മാർ 2 പേര് ഈശോയെ കൊണ്ട് ശിഷ്യപ്രമുഖനായ പത്രോസിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുന്നു. കർത്താവ് അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട്. ഈ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ആവശ്യമുള്ള വ്യക്തിയുടെ അരികിലേക്ക് ഈശോ കടന്നു ചെല്ലുന്നു, ഒപ്പം അതിന് നിമിത്തങ്ങളാകുന്നു. അപ്പം നാം നിമിത്തമായിട്ട് യേശുവിനെ ഭവനങ്ങളിലേക്ക് വ്യക്തിയിലേക്ക് കൊണ്ടുപോകണം. നാം നിമിത്തമായിട്ട് അവരനുഗ്രഹം ഭാവിക്കും. അതിനുശേഷം കുറേയേറെ പേര് ഈശോയുടെ അരികിലേക്ക് വരുന്നുണ്ട്. അവർക്കൊക്കെ കർത്താവ് സൗഖ്യം കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സൗഖ്യം കൊടുത്തു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, തിരക്കേറിയ ഈ ശുശ്രൂഷയുടെ ദിവസത്തിന് ശേഷം യേശു എന്ത് ചെയ്യുന്നറിയാമോ? ഏകാന്തം തേടുന്നു. പ്രാർത്ഥിക്കാൻ ശാന്തമായ ഒരു സ്ഥലത്തേക്ക് ഈശോ പിൻവാങ്ങുന്നു. ഇതാണ് പ്രാധാന്യം. ഓടി നടന്ന് ശുശ്രൂഷ ചെയ്തു, അല്ലെങ്കിൽ ജോലി ചെയ്തു, അതിനുശേഷം പിൻവാങ്ങണം ഏകാന്തതയിലേക്ക്, പിതാവുമായി ഒന്നായി ചേരാൻ വേണ്ടി. അതാണ് കർത്താവ് ചെയ്തത്. പ്രിയമുള്ളവരെ, കൊടുക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇടയിലുള്ള സന്തുലിത അവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധ്യം വരണം. അപ്പോൾ കൊടുക്കുന്നു, സ്വീകരിക്കും, അതിൻ്റെ ഇടയിലൊരു സമയം കണ്ടെത്തണം. എങ്കിലേ കൃപയിൽ മുന്നേറാൻ പറ്റുള്ളൂ. വീണ്ടും കർത്താവിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ കാണുന്നത്, തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുന്നേ തനിക്ക് വേണ്ടി പിതാവിനോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്രാധാന്യം യേശു തിരിച്ചറിയുന്നുണ്ട്. മറക്കരുത്, യേശു ഒരിക്കലും നിറയാതെ അനന്തമായി നൽകുകയില്ല. അതാണ് ശുശ്രൂഷയ്ക്ക് ശേഷം നിറയുവാൻ വേണ്ടി മലയിലേക്കും താഴ്വാരത്തേക്കും കർത്താവ് പോകുന്നുണ്ട്. പ്രാർത്ഥനയും പിൻവാങ്ങലും ഏകാന്തതയും എന്നിവയിൽ നിന്നും പിതാവിൽ നിന്നും ശക്തി സ്വീകരിക്കുന്ന കർത്താവിനെ കാണാൻ സാധിക്കും. നമ്മൾ പറയാറില്ലേ, ഒഴിഞ്ഞ ചട്ടയിൽ നിന്നും കഞ്ഞി കുടിക്കാൻ പറ്റില്ല, ഒഴിഞ്ഞ പാത്രത്തിൽ നിന്നും നമുക്ക് പകരാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാത്രത്തിൻ്റെ നിറവില്ലെങ്കിൽ, അത് ശൂന്യമാണെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈശോയ്ക്ക് വ്യക്തമായൊരു ബോധ്യം, എല്ലായിടത്തും എല്ലാവർക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതല്ല ശുശ്രൂഷ. അത് തമ്പുരാൻ കാണിച്ചു തരിക. തമ്പുരാൻ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യാം. പക്ഷെ അത് തിരിച്ചറിയാനുള്ള കൃപ നമുക്ക് വേണം. എപ്പോൾ നൽകണമെന്ന് ഈശോ കറക്റ്റ് അറിയാം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ശുശ്രൂഷ ചെയ്യുമ്പോൾ തമ്പുരാൻ പിൻവാങ്ങുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. മറക്കരുത്, കൊടുക്കലിൻ്റെയും സ്വീകരിക്കുന്നതിൻ്റെയും പവിത്രമായ താളം നമുക്ക് യേശു ഒന്ന് പഠിക്കാൻ പറ്റും. മറക്കരുത്. അതായത് കൊടുക്കുന്നതും സ്വീകരിക്കുന്നതിനും ഒരു പവിത്രമായ താളമുണ്ട്, മനോഹരമായ താളമുണ്ട്. അത് യേശുവിന് നമുക്ക് പഠിക്കാൻ സാധിക്കും. നമ്മുടെ ശുശ്രൂഷയും പ്രവൃത്തിയും പ്രാർത്ഥനയും വേരൂന്നിരിക്കുന്നത് തീർച്ചയായിട്ടും യേശുവിൻ്റെ മനോഭാവത്തിൽ നിന്നാകണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. മറക്കരുത് പ്രിയമുള്ളവരെ, യേശുവിന് പാഠം പഠിച്ചുകൊണ്ട്
പ്രാർത്ഥനയെ ശക്തി സ്വീകരിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിറയാതെ കൊടുക്കാൻ സാധിക്കില്ല. ആത്മാവ് നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ശുശ്രൂഷ മുന്നേറാൻ സാധിക്കും. ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചിട്ട് മുന്നേറുമ്പോൾ നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒരിക്കലും തിന്മ കടന്നു വരാൻ ഇടയാകില്ല. ദൈവം ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒപ്പം തന്നെ ഈ ശുശ്രൂഷ മറ്റു മക്കളേക്ക് നിങ്ങൾ പങ്കുവെക്കണം. അപ്പോൾ അവരും അനുഗ്രഹം പ്രാപിക്കും. അച്ഛനീശ്വര ആശ്വാസം തരാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.